നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശീയ വോട്ടർ പട്ടിക സംബന്ധിച്ച വിവാദങ്ങൾക്കിടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റും വോട്ടർ പട്ടിക വിവാദത്തിനും ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം തൃശൂരിലെത്തുന്നത്. സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ വിസമ്മതിച്ചെങ്കിലും ബിജെപി പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകി. പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സുരേഷ് ഗോപി വന്ദേഭാരത് ട്രെയിനിലാണ് തൃശൂരിലേക്ക് യാത്ര ചെയ്തത്. മാവേലിക്കരയിൽ കഞ്ചാവുമായി ഒരു KSRTC കണ്ടക്ടർ അറസ്റ്റിലായി. ഹരിപ്പാട് ഡിപ്പോയിലെ കണ്ടക്ടറായ ജിതിൻ കൃഷ്ണയാണ് ഒരു മാസത്തെ നിരീക്ഷണത്തിനൊടുവിൽ അറസ്റ്റിലായത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് ആലപ്പുഴ എക്സൈസ് സ്പെഷ്യൽ കോഡ് സർക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. ബുധനാഴ്ച പുലർച്ചെ മാവേലിക്കര 3-ാം കുറ്റിക്ക് സമീപമുള്ള ആലിൻചുവട് ജംഗ്ഷനിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് 1.286 കിലോ കഞ്ചാവുമായി ഇയാൾ പിടിയിലായത്. പ്രതിയെ പിന്നീട് മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. സാമ്പത്തിക ബാധയെ തുടർന്ന് വീട് വിട്ടുപോയ ഭാര്യ 2 മാസമായിട്ടും കണ്ടെത്താൻ കഴിയാത്തതിൽ മനം നൊന്ത് ഭർത്താവ് വിനോദ് ജീവനൊടുക്കി. ഭാര്യ രഞ്ജിനി ബാങ്കിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രഞ്ജിനിയെ കണ്ണൂരിൽ ഹോം നഴ്സായി ജോലി ചെയ്യുന്നതായി കണ്ടെത്തി. എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതിനാൽ വിനോദിന്റെ മരണവിവരം രഞ്ജിനി അറിഞ്ഞിരുന്നില്ല. വീട് വിട്ടിറങ്ങുന്നതിന് മുൻപ് രഞ്ജിനി കുടുംബശ്രീ യൂണിറ്റിന് വേണ്ടി 1.25 ലക്ഷം രൂപ മറ്റു കടങ്ങളും ഉൾപ്പെടെ 3 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ച് സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ ധനഞ്ജയ് എന്നയാളുടെ ഭാര്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 3 പതിറ്റാണ്ടുകളിലേറെയായി സുഹൃത്തുക്കളായിരുന്ന വിജയ്കുമാറിനെയാണ് ധനഞ്ജയ് കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് പിന്നിൽ ധനഞ്ജയും വിജയുടെ ഭാര്യ ആശയും തമ്മിലുള്ള തർക്കമാണെന്ന് പോലീസ് പറയുന്നു. ഒളിവിൽ പോയ ധനഞ്ജയ്ക്കായി തിരച്ചിൽ നടത്തുകയാണ് പോലീസ്. ബീഹാറിലെ സിവാനിലെ ജില്ലാ കളക്ടർ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് വിശദീകരണം നൽകി. ഒരു വോട്ടറുടെ പ്രായം 124 വയസ്സായി രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ 35 വയസ്സുള്ള ഒരു സ്ത്രീയുടെ വയസ്സാണ് തെറ്റായി രേഖപ്പെടുത്തിയതെന്നും ഈ പിശക് വാർത്തയാക്കുന്നതിന് മുൻപ് തന്നെ തിരുത്തിയെന്നും കളക്ടർ വ്യക്തമാക്കി. തന്നെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചൊഴിച്ചതിൽ വോട്ടറായ മിന്ദാദേവി പരാതിപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. തൃശൂരിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച വിവാദത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. കഴിഞ്ഞ 10 വർഷമായി ജനങ്ങളെ ദ്രോഹിച്ച ഒരു സർക്കാർ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ വിവാദങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു നാടകമാണെന്നും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയോ കോടതിയെയോ സമീപിക്കാവുന്നതാണ്. വോട്ട് ചെയ്യുന്നതിൽ ക്രമവിരുദ്ധമായി ഒന്നും കാണുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. നെന്മാറയിൽ ബസ് കാത്തുനിന്ന 12 വയസ്സുകാരിയോട് ലൈംഗികാതിക്രമം കാണിച്ച 24 വയസ്സുകാരനായ സിൻസാറിനെ നെന്മാറ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓഗസ്റ്റ് 8-നാണ് സംഭവം നടന്നത്. സ്കൂൾ വിട്ട് ബസ് കാത്തു നിൽക്കുകയായിരുന്ന കുട്ടിയുടെ കയ്യിൽ ലൈംഗിക ഉദ്ദേശത്തോടെ പിടിക്കുകയും വലിച്ചു തിരിക്കുകയും ചെയ്തു എന്നാണ് പരാതി. നെന്മാറ ഇൻസ്പെക്ടർ അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. DRDO ഗസ്റ്റ് ഹൌസ് മാനേജറായ മഹേന്ദ്ര പ്രസാദ് പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായി. രാജസ്ഥാനിലെ ജയ്സാൽമീറിലുള്ള DRDO ഗസ്റ്റ് ഹൌസിലെ മാനേജറായിരുന്ന ഇയാൾ പാക് ഇന്റലിജൻസ് ഏജന്റുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി കണ്ടെത്തി. മിസൈൽ ആയുധ പരീക്ഷണങ്ങൾക്കായി ചന്ദൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ച് സന്ദർശിക്കുന്ന DRDO ശാസ്ത്രജ്ഞരുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇയാൾ കൈമാറിയെന്നാണ് കണ്ടെത്തൽ. സോഷ്യൽ മീഡിയ വഴിയാണ് ഇയാൾ പാക് ഏജന്റുമായി ബന്ധപ്പെട്ടിരുന്നത്. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ